ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിൽ ഇന്നത്തെ ധ്യാനം 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവൻ ആകുന്നു, യേശു ക്രിസ്തു തന്നെ. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. കാൽവരി ക്രൂശിൽ കുന്തം കൊണ്ടുള്ള കുത്ത് ഏറ്റപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വിലാപ്പുറത്തു നിന്ന് ജലവും രക്തവും ചേർന്നൊഴുകിയെന്നും അത് സഭയുടെ നിദാനമാണെന്നും നാം പഠിച്ചിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെ വാരിയലിൽ നിന്ന് ഹൗവയെ സൃഷ്ടിച്ചതുപോലെ കുരിശിൽ കർത്താവിൻ്റെ വശത്തു നിന്നും സഭ പുറപ്പെടുകയാണ്. രണ്ടാം ആദാമായ ക്രിസ്തുവിൽ നിന്ന് സഭ പുറപ്പെടുകയാണ്. ഈ സഭ ജലത്താലും രക്തത്താലും ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന അനുഭവത്തിലൂടെ, യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവമക്കളായിത്തീരുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ്. അങ്ങനെ ദൈവപുത്രനിലൂടെ ജനിക്കുന്നവർ ലോകത്തെ ജയിക്കുന്നവരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകം നമ്മെ പേടിപ്പെടുത്താം, ലോകം നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കാം, ലോകം ഒറ്റപ്പെടുത്തുന്നതായി തോന്നാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്നവർ ലോകത്തെ ജയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നിരന്തരം ഈ ജനനം നടക്കേണ്ടതുണ്ട് എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഫിലക്സിനസ് ഓഫ് മാബൂഗ് നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൽ നിന്ന് ഒരു ജനനം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്നൊരു ജനനമുണ്ട്, വിശുദ്ധ മാമോദീസയിലൂടെ ഒരു ജനനമുണ്ടെന്നും നിരന്തരം പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൽ ഒരു ജനനം നമുക്കുണ്ടാവേണ്ടതുണ്ടെന്നും നാം ഈ ധ്യാന പരമ്പരയിൽ മുമ്പേ ധ്യാനിച്ചത് വീണ്ടും ഓർക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുവാനുള്ള മാർഗം കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് അനുഭവിച്ച് ആശ്രയിച്ച് അത് വിശ്വസിച്ച് അതിൽ ജീവിക്കുകയാണ്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന അനുഭവമാണ് ദൈവമക്കളാക്കി നമ്മെ ഏവരെയും തീർക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ലോകത്തെ ജയിക്കുന്നത്. ലോകത്തെ ജയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. കർത്താവ് ഈ നോമ്പുകാലത്ത് ജയത്തിൻ്റെ സന്തോഷം, ജയത്തിൻ്റെ ആഹ്ലാദം, ജയത്തിൻ്റെ ധൈര്യം നമുക്ക് നൽകട്ടെ. ആമേൻ.